ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ടി വിയിൽ ന്യൂസ് വെച്ചപ്പോൾ ഒരു കാര്യം കാണാനിടയായി. കാരണം രണ്ട് കർഷകരുടെ സങ്കടാവസ്ഥ. കാരണം അവർ കഷ്ടപ്പെട്ട് നെല്ല് കൃഷി ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ വീട് 9 മാസമായിട്ട് പട്ടിണിയാണെന്നാണ് പറയുന്നത്. നെല്ല് സംഭരിച്ചവർ കാശ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ കാശ് കൊടുക്കുന്നതോ അവർക്ക് കിട്ടുന്നത് 1 കിലോയ്ക്ക് 5 രൂപ 20 പൈസ. നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്ക്. ഈ 5 രൂപ 20 പൈസയ്ക്ക് അവരെന്തുമാത്രം വേല ചെയ്താൽ മാത്രം, എന്തുമാത്രം അതിൻ്റെ പുറകിൽ ജോലി ചെയ്താൽ ആ നെല്ലാക്കി എടുക്കുന്നത്. ഞാനൊരു കർഷകൻ്റെ മകളായിരുന്നു. എൻ്റെ അച്ഛനും കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾക്കും വയലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം ഉഴുതുമറിക്കണം, മരമടിക്കണം, അത് കഴിഞ്ഞിട്ട് നെല്ല് ചെതറണം, അത് കിളികൾ കൊണ്ടുപോകാതിരിക്കാൻ അതിന് കാവലിരിക്കണം. അത് മുളച്ച് വരുമ്പോഴാണെങ്കിൽ അതിനകത്ത് വെള്ളം കയറാതെ നോക്കണം. അത് കുറച്ച് തഴച്ച് വെള്ളം വന്ന് അതിനകത്ത് നെല്ല് കതിരിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സൈസ് പാറ്റകളോ പൂച്ചി ഉള്ളത് വന്നിട്ട് അതിൻ്റെ പാലെല്ലാം അങ്ങ് കുടിക്കും. അവസാനം നമുക്ക് നെല്ലും പതിരുമായിട്ട് പകുതി നെല്ലും പകുതി പതിരുമായിട്ട് കിട്ടും. അതുകൂടാതെ നെല്ലങ്ങോട്ട് കതിരങ്ങോട്ട് വെക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ തത്തകൾ വന്നിട്ട് അത് കതിരോടെ അങ്ങ് കൊത്തിയെടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെല്ല് കിട്ടുന്നത്. നമ്മൾ കൊണ്ടുവന്ന് കൊയ്ത് അടിച്ച് പൊഴിച്ച് അത് നെല്ലാക്കി എടുത്ത് നമ്മൾ എന്തിനാണ് ഈ കുത്തക മുതലാളിമാർക്ക് നമ്മൾ വിൽക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കൃഷി ചെയ്യാൻ നമുക്കറിയാം, അത് പാകപ്പെടുത്തി എടുക്കാൻ നമുക്കറിയാം. അത് കൊണ്ടുവന്നിട്ട് അത് പുഴുങ്ങി അത് അരിയാക്കി ഇപ്പം കുടുംബശ്രീ പോലെയും എത്രയോ ഗ്രൂപ്പുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എത്രയോ വീടുകളുണ്ട്. എല്ലാവരും അരി മേടിക്കാതെ, എല്ലാ വീട്ടിലും അരി മേടിക്കുന്നവരാണല്ലോ. ചോറ് തിന്നാതെ ആരും ഇരിക്കുന്നില്ലല്ലേ. ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് എത്ര ചാക്ക് അരി ഉണ്ടെന്ന് നിങ്ങൾ പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി നിങ്ങളതൊന്ന് കുത്തിയെടുത്തിട്ട് അത് നിങ്ങൾക്ക് അത് വേണ്ടുന്നവർക്ക് അരിയായിട്ട് കൊടു. ഇപ്പോൾ അവർ വിപണിയിൽ പോയി മേടിക്കുമ്പോൾ ചിലപ്പോൾ വില കൂടുതൽ 60 രൂപയാണെങ്കിൽ നിങ്ങളൊരു 50 രൂപ വെച്ച് കൊടു. ലാഭമല്ലേ? ഈ 5 രൂപയ്ക്ക് ഈ നെല്ല് വിൽക്കുന്നതിനെക്കാട്ടി ലാഭമല്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് ഇത്രയും പോയി കിടന്ന് കഷ്ടപ്പെട്ട് ആ നെല്ലാക്കി എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി ഒന്ന് പൊടിച്ച് അതൊന്ന് കുത്തിയെടുക്കുമ്പോൾ അത് അരിയാവുന്നു. ആ അരിക്ക് നിങ്ങൾക്ക് 50 രൂപ കിട്ടിയാലും നിങ്ങൾക്ക് ലാഭമല്ലേ? നിങ്ങൾ എന്തിനാണ് കുത്തക മുതലാളിമാർക്ക് ഇങ്ങനെ ഇതുപോലെ 5 രൂപയ്ക്ക് വിൽക്കുന്നത്? അതുപോലെ തന്നെയാണ് തേങ്ങയ്ക്ക് നമുക്ക് 10 രൂപ 20 രൂപയും തന്നിട്ട് അവർ വാങ്ങിയിട്ട് പോയിട്ട് വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയും 550 രൂപയും 450 രൂപയൊക്കെ അവർ മേടിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. കുത്തക മുതലാളിമാർ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അവർക്ക് കാശ് ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണക്കായ പാവപ്പെട്ടവരായ ആൾക്കാർ 100 തേങ്ങ കിട്ടുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് ഉടച്ച് വെയിലത്ത് വെച്ചിട്ട് അത് കൊപ്രയാക്കിയിട്ട് ആട്ടി അത് വെളിച്ചെണ്ണയാക്കി നിങ്ങളുടെ പരിസരത്ത് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ സപ്ലൈകോ വഴി 330 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നു. നമ്മൾ അതുപോലെ കൊടുക്ക്, അല്ലെങ്കിൽ 350 രൂപയ്ക്ക് കൊടുക്ക്. നമുക്ക് ലാഭമല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? അങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുതലാളിമാരുടെ വീട്ടിലും അടുത്തും പോയി ഒരു സർക്കാർ ഓഫീസുകളിലും പോയി നിങ്ങൾക്ക് ഇതുപോലെ കഷ്ടപ്പെടണ്ടല്ലേ? നിങ്ങളെന്തിനാ പട്ടിണി കിടക്കുന്നത്? നിങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ വിറ്റിട്ട് നിങ്ങൾ പട്ടിണി കിടക്കണം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്യും. സാധാരണക്കാരങ്ങനെ ചെയ്യേണ്ടുന്നത്. സത്യം പറയാലോ, എനിക്കിച്ചിരി കാശൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നാട്ടിൽ വന്ന് സുഖമായിട്ടൊരു ചെറിയ വീടും വെച്ചിട്ട് ഇതുപോലെ നിങ്ങളെപ്പോലുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതുപോലൊക്കെ നെല്ലെല്ലാം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ മാന്യമായ വില ഞാൻ തരും. അന്ന് നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ കാശാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നു. 5 രൂപയ്ക്കൊക്കെ 1 കിലോ നെല്ലിന് 5 രൂപയൊക്കെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോവാൻ എന്ത് ഇതാണെന്ന് നോക്കിയല്ലേ? എന്നിട്ട് കർഷകർ 9 മാസം കണ്ട് അവർ പട്ടിണിയാണ്. അവർക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റുന്നില്ല. പറ്റുകൊണ്ട് അവർക്ക് ഒരുപാട് പൈസ അവർ കൊടുക്കാറുണ്ട്. ഈ സർക്കാർ സർക്കാരുമാർക്കും ഡോക്ടേഴ്സ്മാർക്കും MLA-മാർക്കും MP-മാർക്കും എല്ലാവർക്കും എவ்வளോ ശമ്പളം കൂട്ടുന്നു. ചുമ്മാ അത് കാറിനകത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്. അതുകൂടാതെ അവന്മാർ എത്രയോ കിമ്പളങ്ങൾ മേടിക്കുന്നുണ്ട് ഓരോ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട്. പക്ഷേ രാവിലെ ഇറങ്ങി അന്തി വരെ
പണിയെടുത്ത് ജോലി ചെയ്യുന്ന ഈ കർഷകർക്ക് ഈ നക്കാപ്പിച്ച കൊടുക്കാൻ നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കണം. ഇപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പ്രതികരിക്കണം തോന്നിയെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ലതായിട്ട് പ്രതികരിക്കാൻ നിങ്ങൾക്കൊരു ആർജവം വേണം. നിങ്ങൾ ഒരു മുതലാളിമാരും വന്ന് നിങ്ങളെ ഇതുപോലെ കാണിക്കാൻ നിങ്ങൾക്ക് ഇടവരരുത്. നിങ്ങളെല്ലാവരും നിങ്ങളായിട്ട് ചെയ്യുന്ന നിങ്ങളുടെ കൃഷി സാധനങ്ങൾ നിങ്ങൾ തന്നെ അത് വിറ്റ് നിങ്ങൾ തന്നെ അതിൻ്റെ അരിയാക്കി അത് നിങ്ങൾ തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ കാണുന്നില്ലേ, കടലിൽ പോയി ഈ മഴയത്തും വെയിലത്തും പോയി കടലിൽ പോയി മീൻ പിടിച്ചിട്ട് തിരിച്ചു വരുന്നവരെ വീട്ടിലുള്ള ഭാര്യയും മക്കളും എല്ലാം തിരിച്ചു വരുന്നത് വരെ കാത്ത് വീട്ടിൽ വന്നാൽ അവരുടെ മനസ്സിലൊരിത് വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾ തിരിച്ച് വന്നിട്ട് വേണം അവർക്ക് മനസ്സിനൊരു സമാധാനം വരെ. കടലിലാണ് പോയേക്കുന്നത്. അങ്ങനെ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ കൊണ്ടുവരുമ്പോൾ ലേലം ചെയ്യാൻ കുറേ പേര്. ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് കൊടുക്കുന്നത് 50 രൂപ. ഈ ലേലം ചെയ്ത് അവർ കൊണ്ടുപോയിട്ട് വിൽക്കുന്നതോ ആയിരക്കണക്കിന് രൂപയായിട്ട്. അതിൻ്റെ ആവശ്യം എന്തുവാ? കടലിൽ പോയി നിങ്ങൾക്ക് രാവ് പകലില്ലാതെ നിങ്ങൾ പോയി പിടിച്ചുകൊണ്ട് വരുന്ന ഈ മീൻ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് തന്നെ അവിടെ പോയി ഒരു ക്വാറൻറ്റൈൻ എടുത്തിട്ട് നിങ്ങൾക്കിത് വിറ്റാൽ ഈ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ നിങ്ങളുടെ നിന്ന് ആ മീൻ മേടിക്കത്തില്ലേ? നിങ്ങൾക്ക് ലാഭം കിട്ടത്തില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലേ? ഇത്രയും പറയണ തോന്നിയാൽ ഞാൻ ഈ വീഡിയോ ഇട്ടത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ വേറെ ഒരുത്തവനൊക്കെ കുത്തക മുതലാളികൾക്ക് വലിയ പണക്കാരനാവാൻ കൊടുക്കുന്നത്? നിങ്ങൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പട്ടിണിയില്ലാത്ത നിങ്ങളുടെ വീട് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ നോക്ക്. അരിയൊന്നും കുത്തിവെച്ചാൽ അത് പന്നലാവത്തില്ല. അത് മേടിക്കാൻ ആളുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇതിന് ചിരിച്ചു പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. പോയിട്ട് വരാം.